ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൻ്റെ സന്ദർഭം യേശു ചുങ്കസ്ഥലത്തിൽ നിന്നും മത്തായിയെ വിളിച്ചതിന് ശേഷം അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായിരിക്കുകയും ചെയ്യുകയാണ് അവനും അവൻ്റെ ശിഷ്യന്മാരും. അപ്പോഴാണ് അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടൊപ്പം അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ ഒപ്പം ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായിരിക്കുക. അപ്പോഴാണ് ഫരിസേയരൊക്കെ അവനോട് അവൻ്റെ ശിഷ്യന്മാരോടും ചോദിക്കുന്നത്: നിന്റെ ഗുരു എന്താണ് പാപികളോടൊപ്പം ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്ന്? പ്രിയപ്പെട്ടവരെ, ഭക്ഷണം പങ്കുവയ്ക്കുക, അതുപോലെ തന്നെ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പരിഗണനയുടെയും ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമ്മൾ ഭക്ഷണമേശയിലേക്ക് ആരെയൊക്കെയാണ് പ്രവേശിപ്പിക്കുന്നത്? നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളതും നമ്മളുമായിട്ട് ബന്ധം പുലർത്തുന്നവരുമായിട്ട് മാത്രമാണ്. കാരണം ഊണുമേശ എന്ന് പറയുന്നത് അത് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ഇവിടെ യേശുനാഥൻ ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയും അവനോടൊത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് പോകുകയും ചെയ്യുന്നു. അവൻ്റെ ശിഷ്യന്മാരും ഒപ്പമുണ്ട്. എന്നാൽ ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ അവനോടൊത്ത് മാത്രമായിട്ടായിട്ടല്ല അവൻ ഭക്ഷണം കഴിക്കുന്നത്, മറിച്ചു അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൻ്റെ അടുത്തേക്ക് വരിക എന്ന് മാത്രമല്ല, ആ ഭക്ഷണ വിരുന്നിൽ അവരെല്ലാം പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ യേശുവിൻ്റെ ഈ വലിയൊരു പ്രവൃത്തി നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു തൻ്റെ ഭക്ഷണ മേശയിലേക്ക് ആരെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ നോക്കുക. അവരും ചുങ്കക്കാരിൽപ്പെട്ടവരുണ്ട്. വിശുദ്ധ മത്തായി ഉദാഹരണമാണ്. ഇനി യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 6ഓളം പേര് മത്സ്യബന്ധനത്തിന് പോകുന്നവരായിരുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർ പറയുകയാണ് മുക്കുവന്മാരെന്ന് പോലും പരിഹസിച്ച് പറയും, അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പറയും എന്നുള്ളൊരവസ്ഥയുണ്ടാവാം. ഇനി പല തട്ടിലുള്ളവരാണ്. ആരും വിശുദ്ധരായിട്ടോ നല്ല പ്രാർത്ഥന ചൈതന്യമായിട്ടുള്ളവരോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ യേശു അവൻ്റെ ഊണുമേശയിലേക്ക് അവരെയൊക്കെയാണ് സ്വീകരിച്ചത്, ഒപ്പം പാപികളെയും ചുങ്കക്കാരെയും ഒക്കെ. ഇനി അന്ത്യാത്താഴ സമയത്ത് അത്താഴ മേശയിലേക്കൊന്ന് നോക്കിക്കേ. യേശുവിന് അറിയാമായിരുന്നു ഈ 12 പേരിൽ ഒരുവൻ തന്നെ തള്ളിപ്പറയുമെന്നും ഒരുത്തൻ ഒറ്റിക്കൊടുക്കുമെന്നും, ഒരുവൻ ഒഴിച്ചു ബാക്കി എല്ലാവരും തന്നിൽ നിന്നും ഓടി അകലും, തനിക്ക് പീഡാസഹനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുമ്പോൾ എന്ന്. ഇനി കൂടെയുണ്ടായിരുന്നവനാവട്ടെ അടുത്തല്ല നിൽക്കുന്നത്, ഒരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവയെല്ലാം യേശുവിനെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നെങ്കിൽ പോലും തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ സ്നേഹമാകുന്ന, തൻ്റെ കരുതലാകുന്ന ഊണുമേശയിലേക്ക് അവരെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്കെല്ലാം വിളമ്പുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൻ്റെ ഹൃദയമാകുന്ന ഊണുമേശയിൽ നീ ആരൊക്കെയാണ് സ്വീകരിക്കുന്നത്? ആ ഹൃദയമാകുന്ന ഊണുമേശയിൽ നീ ആർക്കൊക്കെയാണ് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നത്? നിന്നെ സ്നേഹിക്കുന്നവൻ, നിന്നെ സഹായിക്കുന്നവൻ, അതുപോലെ തന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ്. യേശുനാഥൻ അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ചോ ഒരുപക്ഷെ നിന്നോട് വിരോധമുള്ളവരുണ്ടാവാം, നിനക്ക് വിരോധമുള്ളവരുണ്ടാവാം. അവരെ എല്ലാവരെയും
നിന്റെ ഹൃദയമാകുന്ന ഊണുമേശയിലേക്ക് നീ സ്വീകരിക്കുമ്പോൾ നീയും യേശുവിനെ പോലെയാകും. അങ്ങനെ ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും അതുപോലെ തന്നിൽ നിന്നും ഓടി അകന്നവരെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച യേശുനാഥൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യരുത്. നിന്നെ ഉപദ്രവിക്കുന്നവർ, നിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ സ്നേഹത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.